കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കശ്മീർ പൊതുവെ ശാന്തമാണ്. പുൽവാമ ഉൾപ്പെടെ ഇന്ത്യൻ സൈനികരെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും വിനോദസഞ്ചാരികളെ അവർ ഒരിക്കലും ലക്ഷ്യം വെച്ചിരുന്നില്ല. സുരക്ഷാബോധം വർദ്ധിച്ചതോടെ കശ്മീരിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി. ശ്രീനഗറിലേക്ക് വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതും കശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടായി മാറാനിരിക്കെയാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചാരികളെ അവരുടെ മതം തിരിഞ്ഞ് ആക്രമണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പഹൽഗാം സംഭവത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത മതപരമായ കൂട്ടക്കൊലയാണ് പഹൽഗാം താഴ്വരയിൽ നടന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തോക്കുമായി എത്തിയ ആക്രമികൾ ആളുകളുടെ പേരും ID കാർഡും ആവശ്യപ്പെട്ടു. തുടർന്ന് അവരെ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു നിർത്തി. മതം തിരിച്ചറിയാനായി പുരുഷന്മാരുടെ വസ്ത്രം അഴിപ്പിച്ചും കലിമ ചൊല്ലിച്ചും പരിശോധന നടത്തിയതായും ഭീകരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയവർ പറയുന്നു. പഹൽഗാം ആക്രമണം രാഷ്ട്രീയപരമായ പ്രതികരണങ്ങൾക്കും ഇടയാക്കുന്നു. ഇത് വെറുമൊരു ഭീകരാക്രമണമായിരുന്നില്ല, തീവ്രവാദത്തിന്റെ വേഷം ധരിച്ച പ്രത്യയശാസ്ത്ര ജിഹാദായിരുന്നു ഇത്. ഇന്ത്യയുടെ മതപരവും സാംസ്കാരികവുമായ സ്വത്വത്തിനെതിരായ ദീർഘകാല യുദ്ധത്തിന്റെ ഭാഗമാണിത്. പഹൽഗാമിൽ 26 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരെല്ലാം നിരായുധരായ സാധാരണക്കാരായിരുന്നു. പലരും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു. രാഷ്ട്രീയത്തിനല്ല, സമാധാനത്തിനായി താഴ്വരയിലേക്ക് വന്ന കുടുംബങ്ങൾ. കൊലയാളികളുടെ കണ്ണിൽ അവർ ചെയ്ത ഒരേയൊരു കുറ്റം അവർ ഹിന്ദുക്കളായിരുന്നു എന്നതാണ്. ഒരു BJP നേതാവാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ഈ ആക്രമണം ഏതെങ്കിലും തരത്തിലും യാദൃശ്ചികമോ ഇത് ചെറുത്തുനിൽപ്പോ ആയിരുന്നില്ല. മതപരമായ ഒരു തുടച്ചു നീക്കമായിരുന്നു ഇവിടെ ആസൂത്രണം ചെയ്തത്. പാകിസ്ഥാന്റെ ISI പിന്തുണയ്ക്കുന്ന കശ്മീരിലെ നിഴൽ യുദ്ധ തന്ത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആക്രമണമായും പഹൽഗാം സംഭവത്തെ വിലയിരുത്തുന്നു. സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാക്കുക, മതപരമായ നീക്കത്തിലൂടെ ഇന്ത്യയെ ദുർബലപ്പെടുത്തുക, രാജ്യത്തെ ഏറ്റവും സങ്കീർണവും സ്പർശനീയവുമായ പ്രദേശങ്ങളിലൊന്നിൽ ഐക്യവും സമാധാനവും തകർക്കുക എന്നതാണ് പഹൽഗാമിലെ ആക്രമണത്തിലൂടെ തീവ്രവാദികൾ ലക്ഷ്യമിട്ടതെന്നും സുരക്ഷാ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പ്രത്യയശാസ്ത്രം കശ്മീരിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും BJP നേതാക്കൾ വാദിക്കുന്നു. പശ്ചിമ ബംഗാളിലെ സെലക്ടീവ് കൊലപാതകങ്ങൾ മുതൽ നാഗ്പൂരിലെ സമീപകാല കലാപങ്ങളിൽ വരെ ജിഹാദിസ്റ്റ് ആക്രമണത്തിന്റെ ഒരു സ്ഥിരമായ ധാരമുണ്ട്. ഈ തീവ്രവാദികൾക്ക് ഓരോ ഹിന്ദു ക്ഷേത്രവും ഒരു പരാജയവും ഓരോ ഉത്സവവും ഒരു പ്രകോപനവുമാണ്. അവരെ സംബന്ധിച്ച് ഒരു ഹിന്ദുവിനെ കൊല്ലുന്നത് കുറ്റകൃത്യമല്ല, അത് ദൈവിക നീതിയാണ്. എന്നിട്ടും ആഗോളതലത്തിൽ പലരും പറയുന്നത് തീവ്രവാദത്തിന് മതമില്ല എന്നാണ്. ഇതിനെ ജിഹാദ് എന്ന് നാം വിളിക്കുമ്പോൾ നമ്മെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നു. അത് ധാർമ്മിക ഭീരുത്വമാണെന്നും ഒരു BJP നേതാവ് പറഞ്ഞു. ഈ സമീപനം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇരകളെ മറയ്ക്കാനും അവരുടെ കൊലയാളികളെ ന്യായീകരിക്കാനും കാരണമാകുന്നു. എന്നാൽ ഇത്തവണ ന്യൂഡൽഹിയിൽ നിന്നുള്ള പ്രതികരണം ദുർബലമായ നയതന്ത്രമോ മൗനമോ പ്രീണനമോ അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കീഴിൽ ഇന്ത്യ ഭീകരതയെ അപലപിക്കുക മാത്രമല്ല, അതിനെ നേരിടുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാമിലേത് കേവലം വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ഒരു ആക്രമണമായിരുന്നില്ല, ഇന്ത്യയുടെ ആത്മാവിന് നേരെയുള്ള ഒരു ആക്രമണമായിരുന്നു. ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ ഇനിയും മൂടിവെക്കാൻ നമ്മൾ അനുവദിക്കില്ല. ഇന്ത്യ ശക്തമായി മാത്രമല്ല, വ്യക്തതയോടെയും പ്രതികരിക്കും. അതായത് ഭീകരതയെ അപലപിക്കുക മാത്രമല്ല, അതിനെ തകർക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വത്തിന് കീഴിൽ ഭയമില്ലാത്ത, വഴങ്ങാത്ത, ഐക്യമുള്ള ഒരു പുതിയ ഇന്ത്യയാണിത്.